കാട് കാണാൻ പോവാം. റെഡിയാണോ? എന്നാ പോര്. ഹായ് ഗൈസ്, അപ്പം ഇന്ന് സൽപുത്രൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാട് കാണാൻ പോകല്. അപ്പം ആ കാട് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടാ. നമ്മളെ ഡാമിലോട്ടാണ് പോണത്, ട്രിവാൻഡ്രത്തുള്ള നെയ്യാർ ഡാമിൽ. അപ്പം പപ്പ, ഞാൻ, അമ്പു, ഞങ്ങൾ 3 പേരുമായിട്ടാണ് പോണത്. പോണ വഴിയിൽ ഭയങ്കര സൈലൻസ് ആയിരുന്നു. ആള് നല്ല ഉറങ്ങി എണീറ്റിട്ടാണ് ഈ ഒരു പോക്ക് നടത്തം. പിന്നെ ഈ ബാഗ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാണ്, പൂച്ച ബാഗ്, മ്യാവ് ബാഗ്. അപ്പോൾ എവിടെ പോയാലും അവൻ്റെ ബാക്ക് പാക്കായിട്ട് ഈ ബാഗ് എപ്പോഴും കാണാം. അവൻ്റെ കയ്യിൽ വാട്ടർ ബോട്ടിൽ, അവൻ്റെ ഡ്രസ്സ് എല്ലാം ഈ ബാഗിൽ അവൻ എപ്പോഴും സൂക്ഷിച്ചിട്ട് എപ്പോഴും തോളിൽ ഇട്ടേക്കാറാണ് പതിവ്. അപ്പം നമ്മൾ അങ്ങോട്ടോട്ട് കയറുമ്പം പാസ് ഉണ്ട് കേട്ടോ. എനിക്ക് എത്ര രൂപയാണെന്ന് ഓർമ്മയില്ല, കുറച്ച് നാളായി പോയിട്ട്, കുറച്ച് മുന്നത്തെ വീഡിയോ ആണിത്. അപ്പം അവിടെ അങ്ങനെ പാസ് ഉണ്ട്. അഡൾട്ടിന് പാസ് ഉണ്ട്, പിന്നെ ചൈൽഡിന് പിന്നെ 6 and above ആണെന്ന് തോന്നുന്നു. അതാ 5 and above ആണ് പാസ് എടുക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഓർക്കണില്ല എമൗണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം. പിന്നെ കയറുന്ന ടൈമിൽ കാണുന്നതാണ് ഈ കിളികളെന്ന് പറയണത്. ഈ കിളികൾ, കുഞ്ഞു തത്തകൾ ഒക്കെ ഉണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ അനിമൽസും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഈ ഒരു ടാങ്കിൽ മീനുണ്ടായിരുന്നു, ചെറിയ മീനുകളായിരുന്നു ഈ ടാങ്കിലുള്ളത്. അപ്പം അത് നമുക്കിങ്ങനെ വെള്ളം നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അത്ര വൃത്തിയുള്ള വെള്ളമാണെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് കൈയിടരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുമ്പോഴാണ് ഈ ഇങ്ങനെ ഡാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിങ്ങനെ തുറന്നു വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്, ഇത്രയും നല്ല ഭംഗിക്ക് ഇങ്ങനെ വെള്ളം പോണത്. ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഷട്ടർ തുറന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ്. നല്ല രസം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൈഡിൽ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത് കുറച്ച് നേരമൊക്കെ നിന്ന് അവൻ ഹാപ്പി ആയിരുന്നു. നമ്മളെ മെയിൻ എയിം അതാണല്ലോ, അമ്പുവിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അവൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെന്നൊന്ന് കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പെർ ഹെഡ് ഇത്ര ചാർജ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ വേണമെങ്കിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ തന്നെ ഇതൊക്കെ പോയി നോക്കി കുറേ നേരമൊക്കെ നിന്ന് അവനും കുറേ നോക്കി നിന്ന് ആസ്വദിച്ച് വെച്ച് വീണ്ടും വന്ന്. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു യാത്രകൾ. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. വീഡിയോ ആക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ വെള്ളച്ചാട്ടം. ഇത് തുറന്നു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തുറന്നു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടും. പിന്നെ അവിടെ ചെടി വെട്ടുന്നുണ്ടായിരുന്നു, കാട് പുല്ല് പിടിച്ച് കിടക്കുന്നിടത്തെല്ലാം കാട് വെട്ടുന്നുണ്ടായിരുന്നു ഒരു അങ്കിള്. അപ്പം നമ്മൾ അതൊക്കെ സൂക്ഷിച്ചാണ് പോയത്. പിന്നെ പുത്രൻ ഇങ്ങനെ പതിവ് പോലെ ഓടുന്നു, വീഴുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമായിരുന്നു, ഈ സാധനം ഇത് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞ ടൈമിലെല്ലാം തുറന്നു വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഫോഴ്സിലാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് പകരം ആണ് അപ്പുറത്തെ ഷട്ടർ തുറന്നിട്ടുള്ളത്. ഇത് ചെറിയ ഷട്ടറാണ്. ഇതുപോലെ ഒരു ഷട്ടർ കൂടെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ വലിയ ഷട്ടർ. പക്ഷേ ഈ വലിയ ഷട്ടർ തുറന്ന് കണ്ടത് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ട്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ നല്ല മഴയുടെ മൂടലും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയും പെയ്തു. അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഒരു യാത്ര. അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ അടുത്തുള്ള സ്പേസ് കേട്ടോ. അപ്പം നല്ല ഫോഴ്സിൽ ഫുൾ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇപ്പം ഇതിന് തന്നെ നല്ല അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്, ഈ ഇച്ചിരി കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പം മൊത്തം തുറക്കുമ്പോഴത്തേക്കും ഷട്ടർ ഫുള്ള് തുറക്കുമ്പോഴത്തേക്കും കളർഫുൾ ആയിരിക്കും. ഇവിടെ അടുത്തൊന്നും നമുക്ക് നിൽക്കാനൊന്നും പറ്റൂല. പിന്നെ ഇതിങ്ങനെ ഒലിച്ചങ്ങ് പുറത്തോട്ട് പോവേണേണ്. ഇതെങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അതും എനിക്കറിഞ്ഞൂടാ. അങ്ങ് പോകണുണ്ട് ഒരു വഴിക്ക്.
ഇത് ഡാമിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇതുവഴി നടന്നാണ് നമ്മൾ ആ നമുക്ക് മുകളിൽ കാണാൻ പറ്റും, മുകളിൽ കയറാൻ പറ്റും. കയറാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി നമ്മൾ നടന്ന് കുറേ പടിക്കെട്ടുകൾ കയറുമ്പോഴാണ് നമുക്കങ്ങ് മേലോട്ട് കയറാൻ പറ്റുന്നത്. നല്ല മഴക്കോളിലാണ് നമ്മൾ പോയത്. അതുപോലെ നല്ല അടിപൊളിയായിട്ട് മഴയും പെയ്തായിരുന്നേ. നല്ല സൂപ്പറായിട്ട് മഴയും പെയ്തായിരുന്നു. അമ്മ ഇങ്ങനെയാണ്, അവന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കിളി പറന്നു പോണ കണക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അവന് ഈ യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഇത് ചെറിയ ഷട്ടറാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ആ ഒരു ഷട്ടറാണ്. അതും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ ഈ രണ്ട് ഷട്ടറുകൾ, ഈ ചെറിയ രണ്ട് ഷട്ടറുകൾ, ഇതാണ് ഒരു ഷട്ടർ ചെറുത്, ഈ രണ്ട് ഷട്ടറുകളുമാണ് തുറന്നു വച്ചിരിക്കാറുള്ളത്. മഴ പെയ്തു തുടങ്ങി, അടിപൊളിയായിട്ട് മഴ പെയ്ത്. ആദ്യമായിട്ട് ഞാൻ ഡാമിൽ ഇതിന് മുന്നേയും പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതാദ്യമായിട്ടാണ്. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്ത് നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആസ്വദിക്കാൻ അടിപൊളിയായിരുന്നു. ഇങ്ങനെ അത് ഫുള്ള് മഴ പെയ്ത് നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അതാകുമ്പോൾ നല്ല രീതിയിൽ ആസ്വദിച്ച്. പിന്നെ ഇതാണ് പടിക്കെട്ട് കേട്ടോ. മുകളിലോട്ട് നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് നമ്മൾ മഴ തീർന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത് ഇറങ്ങിയത്. അപ്പം ഇത് മുകളിൽ ഡാമിലോട്ട് പോകാനുള്ള പടിക്കെട്ടാണ്. അമ്പുവിന് ഈ നമ്മൾ മേലെ കയറുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ. അമ്പുവിന് ഇതൊക്കെ ഭയങ്കര ക്രൈസാണ്. പക്ഷെ ആ ബാഗ് നമുക്ക് ആർക്കും തരില്ല, അതാണ് ഒരു മെയിൻ പ്രശ്നം. അത് അവൻ്റെ തോളിൽ അവൻ തൂക്കിയിട്ട് നടക്കും എന്നുള്ളതാണ് അവൻ്റെ ഒരു എയിം. പിന്നെ ഇതാണ് പവലിയനിലോട്ട് പോകുന്നത്. നമ്മുടെ ടവറാണ്. നമുക്ക് അത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ടവറിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ലാസ്റ്റ് അമ്പുവിൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ നമ്മൾ കയറി. പിന്നെ ഒരു KTDCയുടെ ഒരു ഇതുണ്ട്, ബിയർ ആൻഡ് വൈൻ പാർലറും റിസോർട്ടാണെന്ന് തോന്നുന്നു, എനിക്കത് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഒരു മാംഗോ ബാർ ഫസ്റ്റ് വാങ്ങിച്ച്. അമ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നാളൊക്കെ ശേഷം, അവന് ഇടയ്ക്ക് പനിയൊക്കെ ആയിരുന്ന സമയത്ത് നമ്മളിതൊന്നും വാങ്ങിക്കൊടുക്കില്ലായിരുന്നു. അങ്ങനെ മാസത്തിലൊരു പ്രാവശ്യം എന്ന കണക്കിന് ഇത് വാങ്ങി. പിന്നെ ഇവനല്ലേ ആള്, സോപ്പിട്ട് കാര്യം സാധിക്കാൻ ഇവൻ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിങ് 5 പേർക്ക് 900 രൂപ, അങ്ങനെയാണ് ബോട്ട് പോകുന്നത്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി വരും. ഇത് നമ്മൾ ഡാമിൻ്റെ എൻട്രൻസിൽ നിന്ന് കറങ്ങി നമ്മൾ വരുമ്പോഴത്തേക്കും വണ്ടി വരും, 2 വീലർ വരും. ഇതിനകത്ത് കയറാം, ഇവിടെ വരെ കയറാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കപ്പിൾസ് വരുന്നുണ്ട്. കപ്പിൾസായിട്ടല്ല, ലവേഴ്സായിട്ടും കപ്പിൾസായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലായിടത്തും കാണും ഇങ്ങനെ കുറേ ലവേഴ്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ. നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. അപ്പം ഇതാണ് ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. മുകളിൽ കയറിയിട്ട് പവലിയൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. നല്ലൊരു സൗകര്യമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ നെല്ലിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നെല്ലിക്കൊക്കെ ഇഷ്ടംപോലെ തറയിൽ വീഴുന്ന കിടക്കണതാണ്. ഇതിലും ഉണ്ട് ഇഷ്ടംപോലെ. കണ്ട കാച്ചു നിൽപ്പുണ്ട്, ശരിക്കും ഉണ്ട്. പിന്നെ കുരങ്ങന്മാരുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന ടൈമിൽ നമ്മൾ കുരങ്ങന്മാരെ ഒന്നും കണ്ടിട്ടില്ല. അന്ന് എനിക്ക് കിട്ടിയ നെല്ലിക്കയാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ എവിടെ പോയാലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പറക്കാറ് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പം അതായത് അതെൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അതെല്ലാം പറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണേ. ഇവിടെ നമുക്ക് കാരക്ക, ചാമ്പയ്ക്ക, പുളിഞ്ചിക്ക, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മളവിടെ നിന്ന് കാരക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല, പല്ല് പണി തറന്നതുകൊണ്ട്. അങ്ങനെ കഴിക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം എനിക്ക്. പിന്നെ ഇതാണ് ഡാമിൻ്റെ അതായത് ആ ഷട്ടറിൻ്റെ മേൾവശം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് കാരക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നടന്ന്. നമ്മൾ പിന്നെ ഇങ്ങനെയാണ് എല്ലായിടവും പോയി ഇങ്ങനെ നോക്കലും കാണലും. അത് അവൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്.
മാസത്തിൽ ഒരു ദിവസം അങ്ങനെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അത് ദൂരോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും കുറച്ച് അടുത്തായിട്ടാണെങ്കിലും ഇതുപോലെ കാട് കാണാൻ പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പം എനിക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറ്റുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പപ്പയായിട്ടോ അമ്മയായിട്ടോ ഒക്കെ ഇങ്ങനെ നമ്മൾ പോവാറുണ്ട്. അപ്പോഴേ ഇതാണ് പിന്നെ ആ വഴി മൊത്തം നമ്മൾ നടന്നു വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലൊരു ആശ്രമമൊക്കെയാണ്. അപ്പം അതിലിങ്ങനെ കുറച്ചിങ്ങനെ നല്ല ഭംഗിയുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അതായത് രൂപങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമ്മളിതെല്ലാം തന്നെ ജംഗിൾ വാക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി. നമ്മൾ ഈ പടികളെല്ലാം താഴെ ഇറങ്ങി. ഇത് മുയൽ പ്രാവ് ഒക്കെ ഇട്ട് വളർത്തുന്ന ഒരു സ്പേസാണ് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ വന്ന ടൈമിൽ ഇവിടെ ഒരു ചീങ്കണ്ണി ഉണ്ടായിരുന്നു. ചീങ്കണ്ണി ആയിരുന്നു എൻ്റെ ഓർമ്മ, അങ്ങനെയാണ്. ഇതിനകത്ത് ചീങ്കണ്ണിയാണ് അന്ന് അവർ ഇട്ടിരുന്നത്. ഞാനത് കണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയുണ്ട് ഞാൻ ചെറുതിൽ. അപ്പോൾ ഇപ്പം അതൊന്നുമല്ല, മുയലും പ്രാവും ഒക്കെയാണ്. പിന്നെ വീണ്ടും ഒരു ഐസ്ക്രീമിന് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ അവിടുത്തെ പാട്ടിന് നമ്മൾ താളം തുള്ളലായിരുന്നത്. അപ്പം ആ പാട്ട് നമ്മൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് മിക്കവാറും ഞാൻ കട്ട് ചെയ്യും. പിന്നെ ഇത് അവൻ്റെ വീക്കായിട്ടുള്ള സാധനമാണ് കേട്ടോ, വീക്ക്നെസ്സാണ്. ബബിൾസ് ഊതി കളിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കും. ബബിൾസ് എല്ലാം ഇങ്ങനെ ഊതി അത് പറക്കണത് കാണാനും അതിനെ കുത്തി പൊട്ടിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറന്നു പോണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിൽ ആ ഒരു പൗലിയൻ എന്ന് പറഞ്ഞ ആ സ്പേസിൽ നമ്മൾ പോവുകയാണ്. 2 വീലറിൽ നമുക്ക് പോകാൻ പറ്റും, അങ്ങ് അറ്റം വരെ പോകാൻ പറ്റും. അപ്പോൾ ഈ പോണ വഴിക്ക് ചെറുപ്പണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വെള്ളം പോകാതെ പൊക്കി കെട്ടിയിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിനെയാണ് ഈ ചെറുപ്പണ എന്ന് പറയുന്നത്. ആ ചെറുപ്പണയിലോട്ട് പോവാൻ ഈ ഒരു സ്പേസിൽ ഈ ഒരു സൈഡിൽ കൂടെ പറ്റും. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നേരത്തെ ഈ സൈഡിൽ പാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനെ നമ്മൾ മേലോട്ട് 2 വീലറിൽ പോവുകയാണ്. അവൻ്റെ കാട് കാണൽ അവൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. വെൽക്കം ടു നെയ്യാർ എക്കോ ടൂറിസം എന്ന് പറഞ്ഞ് എഴുതി വെച്ച ഒരു ബോർഡാണിത്. അപ്പം ഇത് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് നല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ. ഒരു കാട് പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക്. ഇതാണ് കേട്ടോ ചെറുപ്പണ. നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കി കെട്ടിയിരിക്കുന്നതാണ്. ആൾക്കാരെ അറിയാമെന്നുള്ള ആൾക്കാർ ഇങ്ങനെ സൈഡിൽ കുളിക്കുന്നുണ്ട്. ഇതിൽ ചീങ്കണ്ണി ഉണ്ടെന്നാണ് പറയണത്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പണ്ടൊരു സംഭവം നടന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ആരോ ചീങ്കണ്ണി കടിച്ച് കൊന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിലൊരു ന്യൂസ് വന്നൊരു ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ. പിന്നെ ഇവിടെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം പോലെ ഒരു കേന്ദ്രമുണ്ട്. നമ്മൾ പിന്നെ അവിടെയെങ്കിലും പോയില്ല. ഇതാണ് പവലിയൻ, അതായത് ടവർ. ഈ ടവറിൽ കയറണമെന്ന് ഫസ്റ്റ് വാശി പിടിച്ച സംഭവമാണ്. ഞങ്ങളത് നല്ല നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവസാനം അവന് കയറാം, അവൻ എടുത്ത് കയറ്റാൻ എന്നെ കൊണ്ട് എടുത്ത് കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വലിഞ്ഞ് കയറി. അപ്പം അതിൻ്റെ മുകളിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. അതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാൾ നമുക്ക് മേലെ നിൽക്കുമ്പം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ലൊരു എന്താ പറയാനായിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇതെന്ത് സംഭവ വികാസമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. ഇതൊന്ന് കോടെ ഇറങ്ങിയതായിരിക്കാം. അപ്പം അതുകൊണ്ട് ഞാനിത് ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. നല്ല ഭംഗി തോന്നി എനിക്കത്. എന്ത് സംഭവമാണെന്ന് എനിക്കിത് ഈ വികാസം എന്താണെന്നോ ഈ മല ഏതാണെന്നോ ഇവിടെ പോകാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി.
പിന്നെ ആ സൈഡിൽ ബോട്ടിങ്ങിൻ്റെ സെക്ഷനാണിത്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണിത്. ബോട്ടിംഗ് സെക്ഷൻ നെയ്യാർ ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പം ഇത് ബോട്ടിങ്ങിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു 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 കടകളും ഉപ്പിലിടുകളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചെർപ്പണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്ന ടൈം. അവിടെ ആൾക്കാർ ഈവനിങ് ടൈമിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പരിസരവാസികളും പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും കുറച്ച് സമയം അവിടെ ഇരുന്നായിരുന്നു. അപ്പോഴും ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോഴങ്ങനെ ഞാനത് എടുത്തായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ പുറത്തിരുന്നായിരുന്നു. അപ്പം എങ്ങനെയാണ്, നല്ല ആഴമുണ്ട് ഈ സംഭവം, നല്ല ആഴമുണ്ട്, നമ്മൾ കാണുന്നത് പോലെയല്ല. അപ്പം അതുകൊണ്ട് ഇറങ്ങരുത് എന്നുള്ള ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകൾ അവിടെ വച്ചിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർ ഇറങ്ങരുത് എന്നുള്ള, അറിയാവുന്നവരാണ് മിക്കവാറും അവിടെ വന്ന് കുളിക്കുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം അതെല്ലാം അതിനെപ്പറ്റി, ഈ ഏരിയയെ പറ്റിയൊക്കെ അറിയാവുന്നവരായിരിക്കും. അല്ലാത്തവർ ഇറങ്ങി ഞാൻ കണ്ടില്ല. അപ്പം ഇതാണ് ആ വ്യൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു കേട്ടാ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നെയ്യാർ ഡാമിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. ബൈ.